قال الله تعالى في قرآنه الكريم واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മാസത്തിൻ്റെ ആദ്യ 10 ദിവസങ്ങളുടെ പ്രാധാന്യം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ദുൽഹജ്ജ് മാസം 9-ാം തീയതിയും ദുൽഹജ്ജ് മാസം 10-ാം തീയതിയും അതിൻ്റെ സവിശേഷതകളും കഴിഞ്ഞ ഖുതുബയിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രദേശത്തു നിന്ന് ഹജ്ജിനായിട്ട് ഹാജിമാരൊക്കെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദുൽഹജ്ജ് 8-ാം തീയതിയാണ് ഹജ്ജ് എന്ന ഇബാദത്ത് അതിന് തുടക്കം കുറിക്കുന്നത്. ഹാജിമാരൊക്കെയും ഇഹ്റാം ചെയ്ത് മിനായിലേക്ക് പുറപ്പെടുന്നു. ദുൽഹജ്ജ് മാസം 8-ാം തീയതി. അതോടുകൂടിയാണ് ഹജ്ജ് ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് മാസം 13-ാം തീയതി കല്ലേറ് എന്ന കർമ്മം നിർവഹിച്ചുകൊണ്ട് റൂമുകളിലേക്ക് ഹാജിമാർ തിരികെ എത്തുന്നു. ഹജ്ജ് കർമ്മത്തിൻ്റെ അവസാനമായി നടക്കുന്നത് ഈ ദുൽഹജ്ജ് മാസം 13-ാം തീയതിയുള്ള കല്ലേറാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. ദുൽഹജ്ജ് മാസം 10-ാം തീയതിയാണ് ബലികർമ്മം ഹാജിമാർ നടത്തുന്നത്. ലോകത്തുള്ള വിശ്വാസി സമൂഹം ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് ദുൽഹജ്ജ് മാസം 10-ാം തീയതിയാണ്. ആ 10-ാം തീയതി തന്നെയാണ് ബലികർമ്മം ലോക മുസ്ലിങ്ങൾ നടത്തുന്നത്. ബലി പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ബലികർമ്മം നടത്തുന്നത്. ഈ ബലികർമ്മത്തിൽ പാലിക്കേണ്ട അതിൻ്റെ കർമ്മ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. ബലി എന്ന കർമ്മത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ ലക്ഷ്യം, അത് ഇസ്ലാമിൽ ഒരു പുണ്യ കർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുവാനുള്ള കാരണം
അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പല മതങ്ങളിൽ ഈ ബലി എന്ന കർമ്മം നിലനിൽക്കുന്നുണ്ട്. പല രൂപത്തിലാണ് നിലനിൽക്കുന്നത്. ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ഇതര മതങ്ങളിലും പല രൂപത്തിലുള്ള ബലികർമ്മങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഇപ്പോൾ ചില മതങ്ങളിൽ ശരീരത്തിലെ ചില അവയവങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ട് ഒരു ബലികർമ്മം ഉണ്ട്. ചില മതങ്ങളിൽ മുടി എന്ന് പറയുന്ന ഒരു സംഗതിയെ ബലി കൊടുക്കൽ, അങ്ങനെ ഒരു ആരാധനയും ചടങ്ങും ചില മതങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇങ്ങനെ പല രൂപത്തിലും പല കോലത്തിലും ബലി എന്ന കർമ്മം പല മതങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബലികർമ്മത്തെ സംബന്ധിച്ച് പറയാറ്. തനിക്കുണ്ടായ മകൻ, അതും വളരെയധികം ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. തനിക്ക് അല്ലാഹു പ്രദാനം ചെയ്ത മകൻ, ആ മകൻ തൻ്റെ കൂടെ ഓടാനും നടക്കാനും തനിക്ക് വേണ്ടപ്പെട്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാനും പ്രായമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ ആവശ്യപ്പെടുന്നു, മകനെ ബലി കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെയും എടുത്തുകൊണ്ട് മിന, അവിടേക്കാണ് പുറപ്പെട്ടത്. ഒരു മലഞ്ചെരിവിൽ ഒരു പാറയുടെ മുകൾ ഭാഗത്ത് മകനെ കിടത്തിയിട്ട് മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്നു, ഇസ്ലാമിൽ നരബലി ഇല്ല, ഇത് കേവലം ഒരു പരീക്ഷണം മാത്രമായിരുന്നു. ഇസ്ലാമിൽ മൃഗബലിയേ ഉള്ളൂ. അതുകൊണ്ട് ഇതാ ഒരാട്, നീ ഈ ആടിനെ ബലി കൊടുക്കുക, അതിൻ്റെ മാംസം പാവങ്ങൾക്ക് വിതരണം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഈ പ്രബലമായ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളൊക്കെയും ബലികർമ്മം നടത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് നമ്മൾ ബലി കൊടുക്കുന്നത്. ത്യാഗത്തിനപ്പുറം ആ ബലി അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ബലി കർമ്മത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചതുപോലെ ഷിർക്കിനെതിരെ പോരാടിയ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നരബലി വ്യാപകമായിരുന്നു. അത് ഇറാഖിൽ ദൈവത്തിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം മക്കളെ, കുടുംബത്തിൽപ്പെട്ടവരെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ബലി കൊടുത്ത് അതിൻ്റെ രക്തവും മറ്റു കാര്യങ്ങളും വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കൽ വ്യാപകമായിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളിൽ ഒരു വലിയ പാഠമാണ് നരബലി എന്നത്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് വന്ന ഒരു പ്രവാചകനും പഠിപ്പിച്ചതല്ല നരബലി അഥവാ മനുഷ്യരെ ബലി കൊടുക്കൽ. അത് പിശാച് പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ മനുഷ്യര് സ്വയം നിർമ്മിച്ചതാണ്. ഇത് മനുഷ്യ സമൂഹത്തെ ബോധവൽക്കരിക്കുക, പഠിപ്പിക്കുക. മൃഗബലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്ന് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു ആശയം കൂടി അതിൻ്റെ അകത്ത് അടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് മകനെ അറുക്കാനായിട്ട് പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇതാ ഒരാട്, അതിനെ അറുക്കുക. അതാണ് പ്രകൃതി നിയമം. മറ്റേത് പ്രകൃതി വിരുദ്ധമായ ഒരാശയമാണ്. അത് പിശാചാണ് മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചത്.
അപ്പൊ ലോകത്ത് പലതരം ബലികർമ്മങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പല മതങ്ങളിൽ ബലിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിത്തീർന്ന ഒന്നല്ല അത്. അതിന് മനുഷ്യനോളം പഴക്കമുണ്ട്. ഞാനിവിടെ ഓതിവെച്ച ആയത്ത് സൂറത്ത് അൽ മാഇദ 27-ാമത്തെ ആയത്താണ്. ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ 2 മക്കൾ ഖാബേലും ഹാബേലും, അവരുമായി ബന്ധപ്പെട്ട ആയത്താണ് ഞാനിവിടെ ഓതിവെച്ചത്. വത്തുലു അലൈഹിം നബഅ ബനൈ ആദമ, ആദമിന്റെ മക്കളുടെ ചരിത്രം പ്രവാചകരെ താങ്കൾ അവരെ കേൾപ്പിക്കുക. ഇത് ഖർറബ ഖുർബാനൻ, രണ്ടുപേരും ബലിയറുത്തപ്പോ, ഖുർബാൻ ബലിയറുത്തപ്പോ, ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അതിൽ ഒരുവന്റെ ബലിയാണ് സ്വീകരിക്കപ്പെട്ടത്. വലം യുതഖബ്ബൽ മിനൽ ആഖരി, രണ്ടാമന്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സ്വീകരിക്കുക തഖ്വയുള്ളവരുടെ ബലി മാത്രമാണ്. അപ്പോൾ ബലിയെ സംബന്ധിച്ച് ഇവിടെ അത് സവിസ്തരമായി വേറെ പഠിക്കേണ്ട ചരിത്രമാണ്. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ബലി എന്ന ഒരു കർമ്മം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനരാവിഷ്കരിച്ചു എന്നേ ഉള്ളൂ. ഏതുപോലെ കഅബാലയത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചു. ഇബ്രാഹിം നബി അല്ല കഅബ നിർമ്മിച്ചത്, അതിനു മുമ്പും അവിടെ കഅബ ഉണ്ടായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ പുനരാവിഷ്കാരം, അള്ളാഹുവിന്റെ ദീനിന്റെ പുനഃസമർപ്പണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതിൽപ്പെട്ട ഒന്നായിരുന്നു ബലികർമ്മം. അത് പൈശാചികവൽക്കരിക്കപ്പെട്ടിരുന്നു. പല കോലത്തിൽ, പല രൂപത്തിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യനെ ബലി കൊടുക്കൽ, മനുഷ്യൻ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ബലി കൊടുക്കൽ, അങ്ങനെ പല രൂപത്തിലും പല കോലത്തിലും അള്ളാഹു നിശ്ചയിച്ച ദൈവികമായ ബലി, അതിൻ്റെ കോലവും അതിൻ്റെ ആത്മാവും അതിൻ്റെ രൂപവും വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ പുനരാവിഷ്കരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഷിർക്കിൽ നിന്ന് യഥാർത്ഥ ബലിയെ ശുദ്ധീകരിച്ചെടുത്തു ഇസ്ലാം. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന മൃഗബലി എന്നത്. ഈ മൃഗബലിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. എന്തിനാണ് ബലി കൊടുക്കുന്നത്? ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ മാംസം സ്വയം കഴിക്കുന്നു, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നു. എന്താണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള യുക്തി എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് ഒന്നാമതായി നൽകാനുള്ള ഉത്തരം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നു, യഹ്കുമു മാ യുരീദ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ വിധിക്കുന്നു. നമ്മളൊക്കെയും സത്യവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ആ അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ, അള്ളാഹുവിൻ്റെ വിധിയെ, അതിൻ്റെ യുക്തി അന്വേഷിച്ചുകൊണ്ട് പോവുക എന്നത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ യുക്തിയും മനുഷ്യരുടെ യുക്തിയും രണ്ടാണ്. അള്ളാഹു എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ മനുഷ്യ യുക്തിക്ക് സാധ്യമല്ല. മനുഷ്യന്റെ യുക്തി പരിമിതമാണ്. തിരശീലയ്ക്കപ്പുറത്ത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തുക എന്നത് മനുഷ്യ യുക്തിക്ക് സാധ്യമല്ല. അപ്പൊ യുക്തിക്ക് അപ്പുറമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ. അതുകൊണ്ടായിരിക്കാം യഹ്കുമു മാ യുരീദ് എന്ന അള്ളാഹുവിന്റെ ഈ വചനം. അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നു. നമ്മളൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നവരാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഫ്ലാഗ് ഉയർത്താറുണ്ട്, കൊടി ഉയർത്താറുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, ഈ കൊടി ഉയർത്തുക അതിൻ്റെ യുക്തി എന്താ? അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു ആശയം എന്താ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ പിറകിൽ രാജ്യസ്നേഹം എന്ന യുക്തി അടങ്ങിയിട്ടുണ്ട്. രാജ്യത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള പ്രതിബദ്ധത,
ഞാൻ ഈ രാജ്യത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഈ രാജ്യത്തിലെ ഒരു പൗരൻ. അപ്പൊ രാജ്യത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള പ്രതിബദ്ധത, രാജ്യസ്നേഹം എന്നതാണ് കൊടി ഉയർത്തുന്നതിലൂടെ ഈ രാജ്യനിവാസികൾ പ്രകടിപ്പിക്കുന്നത്. അതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ്, അല്ലാതെ കൊടിയിൽ ഒന്നുമില്ല. അതിങ്ങനെ ഉയർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ നടക്കുന്നില്ല. എല്ലാവരും വട്ടം കൂടി നിന്ന് ദേശീയ ഗാനം ആലപിച്ച് കൊടി ഉയർത്തുമ്പോൾ അവിടെ ഒന്നും പ്രത്യേകമായി നടക്കുന്നില്ല. പക്ഷെ നടക്കുന്ന ഒരു ആന്തരികമായ തലമുണ്ട്. ആ ആന്തരികമായ തലമാണ് രാജ്യസ്നേഹം എന്നത്. ഇതേപോലെ ബലി അറുക്കുമ്പോൾ, തക്ബീർ ചൊല്ലി ബലി അറുക്കുമ്പോൾ അവിടെ നടക്കുന്ന ആന്തരികമായ ഒരു തലമാണ് ദൈവസ്നേഹം എന്നത്. ദൈവത്തോടുള്ള, പടച്ചവനോടുള്ള കൂറ്, പടച്ചവനോടുള്ള പ്രതിബദ്ധത, പടച്ചവന്റെ കൽപ്പനകളെ ഏത് ജീവിത സാഹചര്യത്തിലും ഞാൻ പാലിച്ചുകൊള്ളാം എന്ന തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ് ബലികർമ്മത്തിലൂടെ നമ്മളൊക്കെയും പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു യുക്തി അടങ്ങിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ സന്നദ്ധനായത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇപ്രകാരമുണ്ട്: ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹ്ക്ക് സമർപ്പിക്കാതെ നിങ്ങൾക്കൊരു യഥാർത്ഥ വിശ്വാസിയാകാൻ സാധ്യമല്ല. വളരെ ഗൗരവപ്പെട്ട ഒരായത്താണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹ്ക്ക് സമർപ്പിക്കാതെ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ അള്ളാഹ്ക്ക് വേണ്ടി ഏതു നിമിഷവും സമർപ്പിക്കാനുള്ള സന്നദ്ധത ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുമ്പോഴാണ് അവൻ ദൈവത്തോട്, പടച്ചവനോട് കൂറുള്ള ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുക. ഈ ആയത്തൊക്കെ ഇറങ്ങിയപ്പോൾ, സൂറത്ത് ആൽ ഇംറാൻ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഒരു സഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം റസൂലിനോട് പറഞ്ഞു: റസൂലേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈറൂഹ എന്ന് പറയുന്ന എൻ്റെ ഈത്തപ്പനത്തോട്ടം, ആ ബൈറൂഹ എന്ന് പറയുന്ന ഈത്തപ്പനത്തോട്ടം ഇന്നത്തെ മദീന പള്ളിയുടെ സമീപത്ത് വിശാലമായി കടന്നിരുന്ന ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള മുന്തിയ തരം ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു തോട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ പോയി ഇരിക്കുമായിരുന്നു. അവിടുത്തെ ഈത്തപ്പഴങ്ങൾ പറിച്ച് കഴിക്കുമായിരുന്നു. ആ തണലിൽ കുറേ സമയം റസൂല് വിശ്രമിക്കുമായിരുന്നു. റസൂലിനും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഈത്തപ്പഴത്തിൻ്റെ തോട്ടമായിരുന്നു അത്. അപ്പൊ ഈ സഹാബി, അതിന്റെ ഉടമ വന്നിട്ട് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്: റസൂലെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബൈറൂഹ എന്ന ആ തോട്ടമാണ്. ഞാൻ വേണമെങ്കിൽ അത് പടച്ചവന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യാൻ തയ്യാറാണ്. കാരണം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവമാർഗത്തിൽ സമർപ്പിക്കാതെ യഥാർത്ഥ വിശ്വാസിയാകാൻ സാധ്യമല്ല എന്ന ഈ ആയത്താണ് അദ്ദേഹത്തിന് പ്രചോദനമായത്. അപ്പോൾ ബലി കർമ്മത്തിലൂടെ അതിന്റെ യുക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന് പ്രധാനപ്പെട്ട ഒരു യുക്തിയാണ്, ഒരു വിശ്വാസിയോടെ പ്രകടിപ്പിക്കുകയാണ്: തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ വരെ ഞാൻ പടച്ചവന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ തയ്യാറാണ്, സമർപ്പിക്കാൻ തയ്യാറാണ്. ഇനി ബലിയുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കലാണ്. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്: അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മ അമിലത് ഐദീന അൻആമൻ ഫഹും ലഹാ മാലികൂൻ. നാൽക്കാലികളെ നിങ്ങൾ നോക്കുന്നില്ലേ? ആ നാൽക്കാലികളെ നമ്മുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നാമാണ് സൃഷ്ടിച്ചു തന്നത്. അള്ളാഹു പറയുന്നു, നമ്മുടെ കൈകൾ കൊണ്ട് എന്ന് പറയുമ്പോൾ പടച്ചവനാണ് നിങ്ങൾക്ക് നാൽക്കാലികളെ സൃഷ്ടിച്ചു തന്നത്. ഫഹും ലഹാ മാലികൂൻ. ഇപ്പോ നിങ്ങൾ അതിന്റെ ഉടമകളാണ്. വദല്ലൽനാ ലഹും ഫീഹാ ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ. ഈ നാൽക്കാലികളെ നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നു. നിങ്ങളെക്കാൾ കരുത്തുള്ള, നിങ്ങളെക്കാൾ ശക്തിയുള്ള നാൽക്കാലികളെ നിങ്ങൾക്ക് മേയ്ക്കാനും നിങ്ങൾക്ക് കൊണ്ടു നടക്കാനും നിങ്ങൾക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നു. അതെങ്ങനെ? വദല്ലൽനാഹാ, നാം അതിനെ അധീനപ്പെടുത്തി തന്നു. ഫമിൻഹാ റകൂബുഹും, ചില നാൽക്കാലികളെ നിങ്ങൾ വാഹനമായിട്ട് ഉപയോഗിക്കുന്നു. വമിൻഹാ യഅകുലൂൻ, ചില നാൽക്കാലികളെ നിങ്ങൾ ഭക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ നാൽക്കാലികളെ പടച്ചവൻ നമുക്ക് അധീനപ്പെടുത്തി തന്നു.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മേക്കാൾ കരുത്തുള്ള ശക്തിയുള്ള ഈ മൃഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. അതിന് നന്ദി പ്രകാശിപ്പിക്കൽ കൂടിയാണ് ബലികർമ്മം എന്നത്. പിന്നെ അള്ളാഹു ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ചില നാൽക്കാലികളെ നിങ്ങൾക്ക് വാഹനമായിട്ട് ഉപയോഗിക്കാം, ചില നാൽക്കാലികളെ നിങ്ങൾക്ക് ആഹാരമായിട്ട് ചില നാൽക്കാലികളെ നിങ്ങൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ മൃഗങ്ങൾ എന്തിനാണ്? ചിലതിനെ ആഹാരമാക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി അതിന്റെ വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, നാൽക്കാലികൾ അതിന്റെ പാല് നിങ്ങൾക്ക് വലിയ ഒരു നേട്ടമാണ്. അങ്ങനെയും അള്ളാഹു ഈ നാൽക്കാലികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മൃഗങ്ങൾ എന്നത് എല്ലാ മൃഗങ്ങളുമല്ല. കഴിക്കാൻ നമുക്ക് അനുവദിക്കപ്പെട്ട മൃഗങ്ങൾ തീർച്ചയായും നമുക്കത് ആഹാരമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല. അള്ളാഹു നമുക്കതിനെ അധീനപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നന്ദി പ്രകാശിപ്പിക്കൽ കൂടിയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഏത് രൂപത്തിലാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്ന് സൂറത്ത് അൽ കൗസറിൽ വ്യക്തമായി പറയുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, നീ നിന്റെ റബ്ബിന് വേണ്ടി ബലി കൊടുക്കുക. അപ്പൊ നന്ദി പ്രകാശിപ്പിക്കാൻ രണ്ട് വഴികളാണ്. ഒന്നാമത്തെ വഴി നമസ്കാരം തന്നെയാണ്. രണ്ടാമത്തെ വഴിയാണ് ബലി കൊടുക്കുക എന്നത്. അപ്പോ ബലികർമ്മത്തിന്റെ മറ്റൊരു ലക്ഷ്യം ഇതാണ്. ഇനി ഈ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ വലിയ ഒരു ചർച്ചയാണ്. ഈ മൃഗങ്ങളെ ഇങ്ങനെ അറുത്ത്, അത് ഇസ്ലാം ഒരു കാരുണ്യത്തിന്റെ മതമല്ലേ? ഈ മൃഗങ്ങളെ ഇങ്ങനെ അറുക്കുമ്പോൾ അത് വലിയ ഒരു പ്രയാസം മൃഗങ്ങൾക്ക് സൃഷ്ടിക്കുന്നില്ലേ? എന്തിനാണ് ഇസ്ലാം അങ്ങനെ ഒരു കൽപ്പന മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്. അവർക്കിടയിൽ അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടായിത്തീരാറുണ്ട്. മൃഗങ്ങൾ ആഹാരമാണ് എന്ന് പറഞ്ഞു. നമുക്ക് ആഹാരത്തിന് വേണ്ടിയാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രൂപത്തിൽ അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന കാര്യവും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ മൃഗത്തെ ഏത് രൂപത്തിലാണ് ആഹാരമാക്കേണ്ടത്, അതിൻ്റെ ജീവൻ ഏത് രൂപത്തിലാണ് എടുക്കേണ്ടത്, അതും പറയേണ്ടത് പടച്ചവൻ തന്നെയാണ്. പല മതങ്ങളിൽ പല രൂപത്തിലാണ് മൃഗങ്ങളെ ആഹാരമാക്കുന്നത്. ചില മതങ്ങളിലൊക്കെ അറുക്കാതെ അതിനെ മുട്ടിയും തല്ലിയുമാണ് കൊല്ലാറ്. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നവരുണ്ട്, തല്ലി കൊല്ലുന്നവരുണ്ട്. എത്രയോ വേദന സഹിച്ചുകൊണ്ടാണ് അങ്ങനെ മൃഗങ്ങൾ മരിക്കുന്നത്. അതിൻ്റെ മാംസത്തെ ആഹാരമായിട്ട് അവരെടുക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം അല്ലാത്ത ഇതര മതവിഭാഗത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം പേരും മൃഗങ്ങളെ കൊല്ലുന്നത് ക്രൂരമായിട്ടാണ്. തല്ലിക്കൊല്ലുന്നവരുണ്ട്. മെല്ലെ മെല്ലെയാണ് അതിൻ്റെ ജീവൻ പോവുക. ശ്വാസം മുട്ടിയാണ് മരിക്കുക. പിന്നെ കരണ്ട് അടുപ്പിച്ച് അങ്ങനെ കൊല്ലുന്നവരുണ്ട്. അപ്പോൾ വളരെ മൃഗീയമായിട്ട്, മൃഗീയം എന്ന വാക്ക് പോലും അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. വളരെ ക്രൂരമായിട്ട് മൃഗങ്ങളെ കൊന്ന് തിന്നുന്നവരുണ്ട്. ഇവിടെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല മൂർച്ചയുള്ള ആയുധം, ഏറ്റവും മൂർച്ചയുള്ള ആയുധം, ആ ആയുധം കൊണ്ട് അതിൻ്റെ കഴുത്തിൽ രക്തക്കുഴലുകൾ അഥവാ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട രക്തക്കുഴലുകളെ, ആ രക്തക്കുഴലുകളെയാണ് മുറിക്കേണ്ടത്. അങ്ങനെ മുറിക്കുക, അങ്ങനെ അതിൻ്റെ ജീവൻ കളയുക. അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും മൂർച്ചയുള്ള ആയുധം തന്നെയാണ്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ശാസ്ത്രം ഇത്രയും വികാസം പ്രാപിച്ചിട്ടില്ല. ഒരു മൃഗത്തെ ഏത് രൂപത്തിലാണ് കൊല്ലേണ്ടത്, അഥവാ ഏറ്റവും നല്ല രൂപത്തിൽ വേദനരഹിതമായിട്ട് ഏത് രൂപത്തിലാണ് അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ വേണ്ടി അതിനെ വധിക്കേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ശാസ്ത്രം ഇത്രയും വികാസം പ്രാപിച്ചിട്ടില്ല. ഇന്ന് ശാസ്ത്രം അതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? കഴുത്തിലെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ മുറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? തലച്ചോറിലേക്കുള്ള രക്തവും അതേപോലെ തലച്ചോറിലേക്ക് പ്രവഹിക്കേണ്ട ഓക്സിജനും പെട്ടെന്ന് കുറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് കുറയുമ്പോൾ സെക്കൻഡുകൾക്കകം ആ മൃഗത്തിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്.
പിന്നെ അത് വേദന അറിയുന്നില്ല എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ അല്ല, ഇതുമായി ബന്ധപ്പെട്ട പുതിയ ശാസ്ത്രീയമായ പഠനങ്ങളോ. പിന്നെ നമ്മൾ കാണുന്ന ഒരു പെടച്ചിലുണ്ട്, അതിൻ്റെ വേറെ നാഡീ ഞരമ്പുകൾ, അതിൻ്റെ ഓരോ സന്ധികൾക്കും അവിടെയുള്ള ജീവൻ, ആ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ അതിങ്ങനെ പെടച്ചുകൊണ്ടിരിക്കും. അത് കേവലം ഒരു പെടയ്ക്കലാണ്, വേദന കൊണ്ടുള്ള ഒരു പെടയ്ക്കലല്ല എന്ന് അതിനെ സംബന്ധിച്ച് ആധുനിക സയന്റിസ്റ്റുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അങ്ങനെ പെടയ്ക്കുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്? ആ നേട്ടമാണ് പൂർണ്ണമായിട്ട് രക്തം ഒഴുകിപ്പോകുന്നു. അതിൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള വിഷാംശങ്ങൾ വരെ ആ കുഴലിലൂടെ, രക്തക്കുഴലിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ശുദ്ധമായ മാംസം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഏറ്റവും പരിശുദ്ധമായ വൃത്തിയുള്ള മാംസം നമുക്ക് ലഭിക്കണം. ആ മൃഗമാകട്ടെ ഒരു ചെറിയ വേദന, തൊലി പൊട്ടുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ചെറിയ വേദനയല്ലാതെ മറ്റൊന്നും അനുഭവിക്കാതെ ആ മൃഗം മരിക്കണം. അതിന് ഏറ്റവും മൂർച്ചയുള്ള ആയുധം തന്നെ ഉപയോഗിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ പുറകിലെ യുക്തി ഇതാണ്. അപ്പൊ ഒരു മൃഗത്തെ ഇതിനേക്കാൾ സുന്ദരമായിട്ട് ഒരു മൃഗത്തെ പിന്നെ ഏത് രൂപത്തിലാണ് ആഹാരം കഴിക്കാൻ വേണ്ടി കൊല്ലേണ്ടത്? ഈ വിമർശിക്കുന്നവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. പിന്നെ ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും വൃത്തിയായിട്ട് ഒരു മൃഗത്തെ പിന്നെ വധിക്കാനായിട്ട്, കൊല്ലാനായിട്ട് വേറെ ഏത് മാർഗമാണ് ആധുനിക കാലഘട്ടത്തിൽ ഉള്ളത്? അതിനെ തല്ലിക്കൊല്ലണോ? തല്ലിക്കൊല്ലുക എന്നത് ഞാൻ ആദ്യം പറഞ്ഞു. അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണോ? ഇനി അതിനെ കരണ്ട് അടിപ്പിച്ച് കൊല്ലണോ? ഇനി അതിനെ വേറെ ഏതെങ്കിലും ആധുനികമായ രൂപത്തിൽ വധിക്കണോ? ഏതൊക്കെ രൂപത്തിൽ കൊന്നാലും വധിച്ചാലും അത് ക്രൂരമായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ആധുനികമായ ശാസ്ത്രീയമായ മാർഗമാണ് അറുക്കുക എന്നത്. ആ തൊലി പൊട്ടുമ്പോൾ മാത്രം ഒരു വേദന അത് അനുഭവിക്കുന്നു. ബാക്കിയുള്ള സമയത്ത് അതിൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. ശുദ്ധമായ മാംസം, എല്ലാ രക്തവും പുറത്തേക്കൊഴുകി, എല്ലാ ഈ പറയുന്ന അതിൻ്റെ അകത്തുള്ള വിഷാംശങ്ങളൊക്കെ പുറത്തേക്കൊഴുകി ശുദ്ധമായ മാംസം നമുക്ക് ലഭിക്കുന്നു. ഇസ്ലാമിൻ്റെ കാരുണ്യമാണിത്. ഇസ്ലാം കാണിച്ച കാരുണ്യത്തിൻ്റെ മറ്റൊരു വശമാണിത്. ഇനി ഈ മാംസാഹാരവുമായി ബന്ധപ്പെട്ട് പിന്നെയും ചർച്ചകളാണ്. വെജിറ്റേറിയൻ അല്ല ഏറ്റവും നല്ലത്, അതല്ലേ കഴിക്കേണ്ടത്? മാംസാഹാരം എന്നത് അശുദ്ധമായ, മോശപ്പെട്ട ഒരു ആഹാരമല്ലേ എന്ന രൂപത്തിലും നമുക്കിടയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുക, മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്. മനുഷ്യൻ ഒരിക്കലും സസ്യബുക്കല്ല, മനുഷ്യൻ ഒരിക്കലും മാംസബുക്കുമല്ല. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ മിശ്രബുക്കാണ്. അവൻ എന്തും കഴിക്കാം, മാംസവും കഴിക്കാം, അവന് വെജിറ്റേറിയനും കഴിക്കാം. കാരണം അവൻ്റെ പല്ലുകൾ ആ രൂപത്തിലാണ്. ചവച്ചരയ്ക്കാൻ, മാംസം കടിച്ചു പറിക്കാനും, പച്ചക്കറികൾ കടിച്ചു പറിക്കാനും, പഴവർഗ്ഗങ്ങൾ കഴിക്കാനും ഒക്കെ ഉള്ള പാകത്തിനുള്ള പല്ലുകളാണ് സൃഷ്ടാവായ പടച്ചവൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ഇനി അവൻ്റെ ആമാശയം എടുക്കുക. അവൻ്റെ ആമാശയം മാംസാഹാരത്തെ ദഹിപ്പിക്കും, പച്ചക്കറികളെ ദഹിപ്പിക്കും, പഴവർഗ്ഗങ്ങളെ ദഹിപ്പിക്കും. ഈ മിശ്രബുക്ക് ഇത് എന്ത് കഴിച്ചാലും, അള്ളാഹു അനുവദിച്ച ഏതാഹാരം കഴിച്ചാലും അവന്റെ ആമാശയം അതിനെ ദഹിപ്പിക്കുന്നു, അവന് പ്രയാസമുണ്ടാകുന്നില്ല. എന്നാൽ സസ്യത്തെ മാത്രം കഴിക്കുന്ന, സസ്യാഹാരം മാത്രം കഴിക്കുന്ന ഒരു ജന്തു, ഒരു മൃഗം, അത് മാംസാഹാരം കഴിച്ചാൽ എങ്ങനെയിരിക്കും? ദഹനക്കേട് വരും, ഒരുപക്ഷെ അത് മരിച്ചു പോയേക്കാം. ഇനി മാംസാഹാരം മാത്രം കഴിക്കുന്ന ഒരു മൃഗത്തെ എടുക്കുക. ആ മൃഗം സസ്യം കഴിച്ചാലോ? ആ മൃഗം ഒരുപക്ഷെ മരിച്ചു പോയേക്കാം. കാരണം അതിൻ്റെ ആമാശയം സസ്യാഹാരം മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്ന, അല്ലെങ്കിൽ മാംസാഹാരം മാത്രം കഴിക്കുന്ന ഒരു മൃഗം, അതിൻ്റെ ആമാശയം മാംസാഹാരത്തെ മാത്രമേ ദഹിപ്പിക്കുകയുള്ളൂ. ഇനി സസ്യാഹാരം കഴിക്കുന്ന ഒരു മൃഗത്തെ എടുക്കുക. അതിൻ്റെ പല്ലുകൾ സസ്യാഹാരത്തെ മാത്രം കടിച്ചു പറിക്കാൻ പാകത്തിന് സൃഷ്ടിക്കപ്പെട്ടതാണ്. മാംസാഹാരം കടിച്ചു പറിക്കാനുള്ള കരുത്തോ ബലമോ സൃഷ്ടിപ്പിന്റെ ഘടനയോ ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രകൃതിപരമായി മനുഷ്യൻ മിശ്രബുക്കം, മനുഷ്യർ വെജിറ്റേറിയൻ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് മിശ്രബുക്കായിട്ടാണ്. എന്തും കഴിക്കാം, അള്ളാഹു അനുവദിച്ചത് എന്തും കഴിക്കാം. ആ രൂപത്തിലും കോലത്തിലുമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ബലിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അത് കേവലമായ ഒരു ചടങ്ങല്ല, അള്ളാഹ്ക്ക് വിധേയപ്പെടുക എന്നതാണ്, അള്ളാഹുവിന് വഴിപ്പെടുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല.
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ ഫാത്തിഹ നമസ്കാരത്തിൽ ഓതുമ്പോൾ 5 നേരവും അങ്ങനെ പറയാറുണ്ട്. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ആ നിനക്ക് മാത്രമുള്ള ഇബാദത്ത്, അനുസരണം, അടിമത്തം, ഈ അനുസരണവും അടിമത്തവും ഈ ആരാധനയും നിനക്ക് മാത്രം, അതിൻ്റെ പ്രതീകാത്മകമായ ഒരു സിംബോളിക്കലായ ചടങ്ങാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഇനി വജ്ജഹത്തു ഓതുമ്പോൾ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് കഴിഞ്ഞിട്ട് ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അതിന്റെ അർത്ഥം ഒരു പക്ഷേ ഗ്രഹിക്കാറുണ്ടാവില്ല. പക്ഷെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതും ഗൗരവപ്പെട്ടതുമാണ്. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വ നുസുകി, എന്റെ ബലി അഥവാ എന്റെ ത്യാഗം, വ മഹ്യായ, എന്റെ ജീവിതം, വ മമാതി, എന്റെ മരണം. ഇപ്പൊ എല്ലാം കൂടി ചേരുമ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആയി കഴിഞ്ഞു. അവന്റെ പ്രാർത്ഥന, അവന്റെ സാമൂഹ്യം, അവന്റെ കുടുംബം, അവന്റെ രാഷ്ട്രീയം, അവന്റെ ചിന്ത, അവന്റെ പ്രവൃത്തി, അവന്റെ എല്ലാം, അവന്റെ ജീവിതം, അവന്റെ മരണം, എല്ലാം ആർക്ക് വേണ്ടിയാണ്? തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവെ നിനക്ക് വേണ്ടി മാത്രമാണ് എന്നതാണ് വജ്ജഹത്തുവിലൂടെ നമ്മളൊക്കെയും പറയുന്നത്. ഇതിന്റെ ഒരു സിംബോളിക്കലായ രൂപം, ഒരു പ്രകടിതമായ ഒരു രൂപമാണ് ബലി എന്നത്. അത് കേവലം ഒരു മൃഗത്തെ അറുക്കൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിന് ആത്മാവുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ബലി ഉണ്ടായിരുന്നല്ലോ. ഖുറൈശികൾ ബലി അറുത്തിരുന്നു. ബലി അറുത്തിട്ട് അവരെന്താ ചെയ്തിരുന്നത്? ഒട്ടകത്തെ ബലിയറുക്കും. എന്നിട്ട് അതിന്റെ രക്തം കൊണ്ടുവന്ന് ഈ ലാത്തയുടെയും ഉസ്സയുടെയും തലയുടെ മുകൾ ഭാഗത്ത്, ആ വിഗ്രഹത്തിന്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവന്ന് ഒഴിക്കും. അതിന്റെ മാംസം എടുത്തിട്ട് ആ കഅബാലയത്തിന്റെ അകത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും. അത് ആർക്ക് വേണ്ടിയാണ്? ഈ ദൈവങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കതിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. അങ്ങനെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി കൊടുത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയെ പുനരാവിഷ്കരിച്ചുകൊണ്ട് സൂറത്ത് അൽ ഹജ്ജിലെ 36-ാമത്തെ ആയത്തിൽ പ്രകാരം പറയുന്നു, ലൻ യനാലുല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. എനിക്കതിന്റെ ഇറച്ചിയും വേണ്ട, എനിക്കതിന്റെ രക്തവും വേണ്ട. അല്ലാഹ് പറയാം, നിങ്ങൾ ബലി കൊടുക്കുന്ന ബലിമൃഗത്തിന്റെ ലുഹൂം, അതിന്റെ രക്തം എനിക്ക് വേണ്ട. വലാ ദിമാഉഹ, അതിന്റെ ലുഹൂം, അതിന്റെ മാംസം എനിക്ക് വേണ്ട. വലാ ദിമാഉഹ, അതിന്റെ രക്തവും എനിക്ക് വേണ്ട. വലാകിൻ, പക്ഷേ യനാലുഹു അത്തഖ്വാ മിൻകും, നിങ്ങളുടെ സമർപ്പണമാണ്, നിങ്ങളുടെ വിധേയത്വമാണ്. നിങ്ങൾക്ക് എത്രമാത്രം ദൈവവിചാരമുണ്ട്, ദൈവബോധമുണ്ട്, സമർപ്പണ മനസ്സുണ്ട്, ആ തഖ്വയാണ് എനിക്ക് വേണ്ടത്. മറ്റൊന്നും എനിക്ക് വേണ്ട. കദാലിക സഖറഹാ ലക്കും, ഇതിനു വേണ്ടിയാണ് മൃഗങ്ങളെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് കാണും. കാരണം ഇവിടെ അള്ളാഹ്ക്ക് ഇറച്ചി വേണ്ട, അള്ളാഹ്ക്ക് രക്തവും വേണ്ട. നമ്മൾ എത്ര പൈസ കൊടുത്ത് എത്ര മുന്തിയ ഇനം ബലിമൃഗത്തെ മേടിച്ചാലും അള്ളാഹ്ക്ക് അതൊന്നും വേണ്ട. വേണ്ടത് എനിക്കും നിങ്ങൾക്കുമാണ്. നമ്മുടെ തഖ്വാ ബോധമാണ് അള്ളാഹ്ക്ക് വേണ്ടത്. നമ്മുടെ സമർപ്പണ മനസ്സാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അതിനപ്പുറത്തേക്ക് രക്തമോ മാംസമോ ആ ബലിമൃഗത്തിന്റെ ആകൃതിയോ പ്രകൃതിയോ അതിന്റെ വിലയോ അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിലേക്കൊന്നും പടച്ചവൻ നോക്കുന്നില്ല. ഏറ്റവും മുന്തിയ വില കൂടിയത് തന്നെ ഞാൻ മേടിച്ചു, അതിലേക്കൊന്നുമല്ല പടച്ചവന്റെ നോട്ടം. നിങ്ങളുടെ മനസ്സിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്, ആ തഖ്വയിലേക്കാണ്. ആ തഖ്വയില്ലാതെ, ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ കാബേലും ഹാബേലും ബലിയറുത്തു. ഹാബേലിന്റെ ബലി അള്ളാഹ് സ്വീകരിച്ചു, കാബേലിന്റെ ബലി അള്ളാഹ് സ്വീകരിച്ചില്ല. ആദം നബി അലൈഹിസ്സലാം 2 മക്കളാണ്. എന്തുകൊണ്ട് ഹാബേലിന്റെ ബലി അള്ളാഹ് സ്വീകരിച്ചു? അതിന് അള്ളാഹ് തന്നെ പറഞ്ഞ ഉത്തരം, അള്ളാഹു സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരുടെ ബലിയാണ് എന്നാണ്. അപ്പൊ അവിടെയും തഖ്വയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ബലി കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തഖ്വ ഇല്ലെങ്കിൽ ഈ പണം വേസ്റ്റാണ്, ഈ കഷ്ടപ്പാടും ത്യാഗമൊക്കെ വെറുതെ ആയി പോയിരിക്കുന്നു. ഇനി ബലി കൊടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ ബലി മാംസം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞത്, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ്. നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ബലിമൃഗത്തെ അറുക്കുക എന്ന് പറഞ്ഞിട്ട് ഫൈദാ വജബത് ജുനൂബുഹാ, ആ ബലിമൃഗം അതിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ഫകുലു മിൻഹാ, ബലി കൊടുത്തവർ ആരാണോ അവർ അതിൽ നിന്ന് ആഹാരം കഴിക്കട്ടെ. വഅതിഉൽ ഖാനിഅ, അവര് ആ ബലി മാംസത്തെ അവർ കൊടുക്കട്ടെ. ആർക്കാണ് കൊടുക്കേണ്ടത്? ഇല്ലായ്മകൾ, പോരായ്മകൾ
ആരോടും പറയാതെ അന്തസ് പണയം വയ്ക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്നാൽ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന പാവങ്ങൾക്കാണ് ഈ പദപ്രയോഗം ഉപയോഗിക്കുക. അവർക്ക് അൽ ഖാനിഅ എന്ന് പറഞ്ഞാൽ അന്തസ് പണയം വയ്ക്കാതെ ആരോടും പറയാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് യാചിക്കാതെ കഷ്ടപ്പെടാതെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങൾക്ക് ഈ ആഹാരം ഈ മാംസം കൊടുക്കുക. രണ്ടാമത് വൽ മുഅ്തറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് പറയുന്നവര്, എനിക്ക് പ്രയാസമുണ്ട് എന്നെ സഹായിക്കണം എന്ന് പുറത്ത് പറയുന്നവർക്കാണ് അൽ മുഅ്തർ എന്ന പ്രയോഗം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെയും 35-ാമത്തെയും ആയത്തുകൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അപ്പോ ഞാൻ കൊടുക്കുന്ന ബലിമൃഗത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു അതിനെ 3ആയി തിരിക്കുക. 1/3 എനിക്കെടുക്കാം, 1 പങ്ക് എനിക്കാണ്, കൊടുക്കുന്നവർക്കാണ്. ബാക്കി 2 പങ്ക് അൽ ഖാനിഅ അൽ മുഅ്തർ, അവർക്ക് വേണ്ടി അത് വിതരണം ചെയ്യണം. അല്ലാതെ ഉള്ളവർക്ക് വേണ്ടി തിന്നവർക്ക് വേണ്ടി പിന്നെയും അവരെ തീറ്റിക്കാൻ വേണ്ടി ബലിമാംസം കൊടുക്കുന്നത് അശാസ്ത്രീയമാണ്, അനിസ്ലാമികമാണ്. ഉള്ളവർക്ക് പിന്നെയും കൊടുക്കുക, അങ്ങനെയല്ല. ഇത് അൽ ഖാനിഅ അൽ മുഅ്തർ, എനിക്ക് ലഭിച്ച പങ്കിൽ നിന്ന് എൻ്റെ കുടുംബക്കാർക്ക്, ബാക്കി 2/3 ഭാഗം അൽ ഖാനിഅ അൽ മുഅ്തർ. അതിന്റെ ആശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കാണ് ഈ ബലിമാംസം കൊടുക്കേണ്ടത്. അപ്പോ 2 പോയിന്റ് ഞാൻ അവസാനിപ്പിക്കുന്നു. 1-ാമത്തെ പോയിന്റ് ദൈവ സമർപ്പണം എന്നതാണെങ്കിൽ 2-ാമത്തെ പോയിന്റ് മനുഷ്യർക്ക് ആഹാരം എന്നതാണ്. ഇസ്ലാം എന്നത് കേവല ആത്മീയത മാത്രം പറയുന്ന ഒരു മതമല്ല. മനുഷ്യന്റെ വിശപ്പും മനുഷ്യന്റെ ദാഹവും മനുഷ്യന്റെ പ്രയാസങ്ങളും അതിനെയൊക്കെ കണക്കിലെടുക്കുന്ന, അത് പരിഹരിക്കാൻ വേണ്ടിയും നിയമങ്ങളും നിർദ്ദേശങ്ങളുമുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം. അപ്പോ അള്ളാഹ്ക്ക് സമർപ്പിക്കുക, തഖ്വയുണ്ടാവുക എന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെങ്കിൽ, 2-ാമത്തെ പോയിന്റ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഈദ്ഗാഹിലേക്ക് വന്ന് ആ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അൽ ഖാനിഅ അൽ മുഅ്തർ 2 കൂട്ടർക്കും ഇഷ്ടം പോലെ ആഹാരം, ഏറ്റവും മുന്തിയ ഇനം വിഭവം, ഏറ്റവും അധികം മനുഷ്യർ ഇഷ്ടപ്പെടുന്ന, ലോകത്തെ ഏറ്റവും അധികം മനുഷ്യർ ആഹരിക്കുന്ന 90% ലോകാടിസ്ഥാനത്തിൽ 90%-ലധികം മനുഷ്യർ മുഖ്യ ആഹാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ പോഷക സമൃദ്ധമായ ഏറ്റവും മുന്തിയ ഇനം മാംസമാണ് നമ്മൾ ദാനമായിട്ട് നൽകുന്നത്. ആ മനുഷ്യപ്പറ്റുകൂടി ഇവിടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. പടച്ച തമ്പുരാൻ ഈ അർത്ഥത്തിലൊക്കെ ബലി കൊടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.